ഞാൻ ഗ്ലോബൽ അക്കാദമിയിലാണ് പഠിച്ചിരുന്നത്. അവിടെ ഞാൻ ഡിപ്ലോമ ഇൻ എയർപോർട്ട് അഡ്മിനിസ്ട്രേഷനാണ് പഠിച്ചത്. എക്സാം കഴിയണ മുന്നേ തന്നെ ഞാനവിടെ പ്ലേസ്മെൻറ്റ് അയക്കണേ. ഞാൻ ഇപ്പോൾ ട്രാവൽസിൽ ടിക്കറ്റിംഗ് സ്റ്റാഫാണ്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. കോളേജ് ലൈഫ് അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോരും. ഞാൻ ഗ്ലോബൽ അക്കാദമിയിലായിരുന്നു പഠിച്ചിരുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ആയ പാടന്നെ എനിക്ക് ജോബിന് കയറാൻ സാധിച്ചു. അതിന് എന്നെ സഹായിച്ചത് ഗ്ലോബൽ അക്കാദമിയുടെ MD ആയ ഷെഫീഖ് സാർ ആയിരുന്നു. വളരെ ഫ്രണ്ട്ലി ആയ ഒരു ക്യാമ്പസ് ആയിരുന്നു. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു. പട്ടാമ്പിയിൽ 37കാരൻ അറസ്റ്റിൽ. സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ദൃശ്യങ്ങളാക്കി പ്രചരിപ്പിച്ചെന്ന കേസിൽ 37കാരനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുമിറ്റക്കോട് എഴുമങ്ങാട് സ്വദേശി വിതുട്ടൂർപ്പടി വീട്ടിൽ അനീഷാണ് പിടിയിലായത്. പ്രതിയെ പട്ടാമ്പി കോടതി റിമാൻഡ് ചെയ്തു. ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകളുമായി സൗഹൃദം സ്ഥാപിച്ച ശേഷം അവരുടെ ചിത്രങ്ങൾ ശേഖരിക്കുകയായിരുന്നു പ്രതിയുടെ രീതി. തുടർന്ന് പണമടച്ചുപയോഗിക്കുന്ന പ്രത്യേക ആപ്ലിക്കേഷനുകളുടെ സഹായത്തോടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്ന ദൃശ്യങ്ങളാക്കി ടെലഗ്രാം, വാട്സാപ്പ് ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലെ വിവിധ ഗ്രൂപ്പുകളിൽ പ്രചരിപ്പിച്ചതായാണ് കേസ്. ഇത്തരം കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കെതിരെ കാസർഗോഡ് ചന്നേര പോലീസ് സ്റ്റേഷനിലും പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലും നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഫോട്ടോകൾ മോർഫ് ചെയ്യാൻ പ്രതിയെ സഹായിച്ചവരെയും ദൃശ്യങ്ങൾ വിവിധ ഗ്രൂപ്പുകളിലേക്ക് പങ്കുവച്ചവരെയും സംബന്ധിച്ച് വ്യക്തമായ തെളിവുകൾ ലഭിച്ചതായും ഇവർക്കെതിരെയും ഉടൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് വ്യക്തമാക്കി. ഇൻസ്പെക്ടർ വിഷ്ണുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.